ഹലോ. പാലില്ലാത്തതിന്റെ പേരില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇന്നത്തെ. ധാരാളം വെള്ളം കുടിക്കുക, പച്ചക്കറികൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, അതുപോലെ ഉലുവാക്കഞ്ഞി, അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഡെലിവറിക്ക് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കിട്ടാത്തൊരു റിസൾട്ടാണ് എനിക്കിപ്പോൾ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം ഈ ഒന്ന് രണ്ട് സംഭവങ്ങൾ പരീക്ഷിച്ചപ്പോൾ കിട്ടിയതേ. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ ആദ്യത്തെ കാര്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ രണ്ടാമത്തെ കാര്യം ആരും കേൾക്കാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല കേട്ടോ. ആദ്യമേ പറയാം, അതിന് സയന്റിഫിക് ആയിട്ട് ഒരു റീസണും പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ കുറെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി, അപ്പോഴും പ്രത്യേകിച്ചൊന്നും എനിക്ക് കിട്ടിയില്ലേ. ഇത് രണ്ടും ഒന്ന് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തും പിന്നൊന്ന് എൻ്റെ ഒരു ആന്റിയും പറഞ്ഞു തന്ന കാര്യം. അവർക്ക് രണ്ടുപേർക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, അതുകൊണ്ടാണ് അവർ എനിക്ക് പറഞ്ഞു തന്നത്. ഞാനും അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ പലർക്കും അറിയാമായിരിക്കും, പക്ഷേ എനിക്കത് അറിയത്തില്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു. രണ്ടാമത്തെ ഡെലിവറി ആയപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കുക, അതായത് തേങ്ങാപ്പാൽ കഞ്ഞി. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്താണേ. അവരുടെ ഫാമിലിയിൽ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണിത്. അവർ അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഡെലിവറി കഴിഞ്ഞോ അവർക്കൊക്കെ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഈ തേങ്ങാപ്പാൽ കഞ്ഞിയാണ്. അതുപോലെ അവൾ ഡെലിവറി ആയ സമയത്ത്, അത് കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ ഫാമിലി ഒന്നും വരാതെ ബൈസ്റ്റാൻഡറായിട്ട് കൂടെ നിന്നിരുന്ന ഞാനായിരുന്നേ. അപ്പം ആ ഡെലിവറി കഴിഞ്ഞ് 2-3 ദിവസമായിട്ട് അവൾക്ക് ഒരു തുള്ളി പാൽ പോലും ഇല്ലായിരുന്നു. കുഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിലും ഞങ്ങൾ ഈ ലാക്ടോജനൊക്കെ കലക്കി കൊടുക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കടയൊന്നും ഓപ്പൺ ആവുന്നില്ല, ഒരു സാധനവും മേടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എവിടുന്നോ 2 തേങ്ങ കൊണ്ടുവന്ന് അവളുടെ ഹസ്ബൻഡ് കഞ്ഞി വെച്ച് കൊണ്ട് കൊടുത്തു. അത് കുടിച്ച് രാവിലെ കുടിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും നിറയെ പാലുണ്ടായി. അവരെങ്ങനെയാ അത് പ്രിപ്പയർ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നേരം കഴിക്കാൻ എത്രത്തോളം അരി വേണോ അത്രത്തോളം അരി കഴുകിയെടുത്ത് അതിനകത്തോട്ട് ഒരു അരമുറി തേങ്ങ, അരമുറി തന്നെ വേണം, അതിൽ കുറയത്തേ ഇല്ല, അരമുറി തേങ്ങയും കൂടെ ചേർത്ത് രണ്ടും കൂടെ കൂട്ടി കഞ്ഞി വെക്കും. നമ്മൾ പണ്ടത്തെ പയറും കഞ്ഞി വെക്കത്തില്ലേ, അതുപോലെ. അപ്പൊ ഞാനിത് എൻ്റെ ഡെലിവറിക്ക് ശേഷം അത് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത കാര്യം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർക്കിറച്ചി കഴിക്കുക എന്നുള്ളത് കേട്ടോ. നിങ്ങൾ പോർക്ക് ഇറച്ചി കൂട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണോ നിങ്ങൾ നോർമലി കറി വെച്ച് കഴിക്കുന്നത് അങ്ങനെ തന്നെ നല്ല നെയ്യുള്ളതായിരിക്കണം. നല്ല നെയ്യുള്ള പോർക്ക് ഇറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മിൽക്ക് ഉണ്ടാവും. അത് പറയുന്നത് കേട്ടപ്പോൾ ആദ്യം ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ വൺസ് അത് ഞാൻ കഴിച്ചതിന് ശേഷമാണ് എനിക്ക് അത് അത്രയും വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായത്. പ്രത്യേകിച്ചും കുഞ്ഞിനൊക്കെ വയ്യാണ്ട് വരികയും കുഞ്ഞിന് വയ്യാണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെയല്ലേ കുഞ്ഞ് കുടിക്കുക. ഒരു 5-6 മാസം പ്രായമൊക്കെ ഉള്ള കുട്ടികൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായി പോകും, അതുപോലെ പാല് കുറയും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പാല് കുറഞ്ഞ് കുഞ്ഞ് സക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതിങ്ങനെ പണ്ട് ആൻറ്റി പറഞ്ഞായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഗൂഗിൾ പറയുന്നത് അതിന് സയൻറ്റിഫിക് ആയിട്ട് എവിഡൻസ് ഒന്നും ഇല്ല എന്നാണ്. പക്ഷേ ഇത് വർക്കിംഗ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നോർമലായിട്ട് കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചാൽ മതി. കുറേ അധികം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലായിട്ട് ഒരു ചോറിൻ്റെ കൂട്ടത്തിൽ എത്ര കറി നിങ്ങൾ കൂട്ടുമോ അത്രയും മാത്രം കഴിച്ചാൽ മതി. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തിട്ട് അവരും എന്നോട് പറഞ്ഞു നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇടണേ.